ബോബി കിരിക്കും, അസിസ്റ്റന്റ് വികാരി ജേക്കബ് ഡാനിയൽ, മറ്റുള്ള അവർക്ക് പ്രത്യേകം നന്ദി കടപ്പാടും ഞങ്ങളുടെ ഭാഗത്ത്. ഇടവകയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജെബിൻ ഡാനിയൽ അച്ഛൻ. ഈ അച്ഛൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കഴിഞ്ഞ വർഷം വേറൊരു അച്ഛനായിരുന്നു. ഇടവകയുടെ കാരുണ്യ പദ്ധതി, കനിവ് പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ ഈ ഫ്രണ്ട്സ് കോളനി സന്ദർശിക്കുകയും നിങ്ങളുടെ വളർച്ച കാണുകയും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഇടവകയ്ക്കുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം എല്ലാവരും ജയിച്ചോ? എല്ലാവരും ജയിച്ചു. 10ാം ക്ലാസ്സിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മാർക്ക്. 10ാം ക്ലാസ് നല്ല മാർക്ക് വാങ്ങിച്ചു, 12ാം ക്ലാസ് മാർക്ക് വാങ്ങിച്ചു. എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് ഇടവകയുടെ പേരുള്ള അഭിനന്ദനം. ഇത് നിങ്ങൾക്ക് ബുക്കില്ലാത്തത് കൊണ്ടോ പുസ്തകം ഇല്ലാത്തത് കൊണ്ടോ ബാഗ് ഇല്ലാത്തത് കൊണ്ടോ ബാഗ് തരികയല്ല, പുസ്തകം തരികയല്ല. നിങ്ങൾക്ക് ഉള്ളതിനോട് ഒരു സഹായം കൂടെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, എന്റെ 10 ബുക്ക് ഇരിപ്പുണ്ടല്ലോ, ഈ 4 ബുക്കിന് എന്താ വില? ഇത് തോന്നാം, സ്വാഭാവികമായിട്ട് തോന്നാം. കഴിഞ്ഞ വർഷത്തെ ബാഗിന് ഒരു കുഴപ്പമില്ല, ഇനി എന്തിനാ ബാഗ്? കൊട പിടിക്കാറില്ലല്ലോ, എന്തിനാ കൊട എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതെല്ലാം നിങ്ങളോടുള്ളൊരു സ്നേഹത്തിന്റെ ഭാഗം. നിങ്ങൾ വളരണമെന്നുള്ള ഏക ആഗ്രഹം. ഫ്രണ്ട്സ് കോളനിയിലെ കുട്ടികൾ ഈ എറണാകുളം പട്ടണത്തിലും കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും ദേശം മുഴുവൻ പോകുന്ന ഇടങ്ങളിലൊക്കെ വലിയവരായിട്ട് തീരും. നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തെ നിങ്ങളിൽ കൂടെ ഉയർച്ച ഉണ്ടാകും. നിങ്ങളുടെ കുടുംബങ്ങൾ വളരണം, നല്ല വീടുകൾ ഉണ്ടാകണം. ആ നിലയിലൊക്കെയുള്ള ഒരു ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ കുറച്ച് ബുക്കും ബാഗിൽ നിങ്ങളെ സഹായിച്ച് തൃപ്തി അറിയാനല്ല, പിന്നെയോ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇനി വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞങ്ങളുടെ മനസ്സിലുള്ള ചിന്ത, നിങ്ങളുള്ളത് ഞങ്ങൾക്ക് നല്ലതായി. നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുകയായിരിക്കാം, ഞങ്ങളുള്ളത് നിങ്ങൾക്ക് നല്ലതായി. പക്ഷെ ഞങ്ങളുടെ ചിന്ത അതല്ല, നിങ്ങളുള്ളത് ഞങ്ങൾക്ക് നല്ലതായി എന്ന് പറഞ്ഞാൽ, നിങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ബുക്ക് നൽകാൻ ഒത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോടാണ് ഏറ്റവും ഏറെ നന്ദി പറയാനുള്ളത്. എനിക്ക് കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, ഈ സ്കൂൾ വർഷത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം. നമുക്കറിയാം, നിങ്ങൾ ആൺകുട്ടികൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? അച്ചാച്ചന്മാർ കേൾക്കുന്നുണ്ടോ? പറയാം, ഇങ്ങോട്ട് കേട്ട് നിൽക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഞങ്ങളെങ്ങനെ രാവിലെ മുഴുവൻ പ്രസംഗിച്ചിട്ട് വരുവാ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. നിങ്ങൾ ഈ വർഷം നിങ്ങളുടെ സ്കൂളിൽ പോകുമ്പോൾ ഒത്തിരിയേറെ പ്രലോഭനങ്ങളുണ്ടാകും, ഒത്തിരിയേറെ കൂട്ടുകാരുടെ പ്രേരണകളുണ്ടാകും. പ്രേരണ എന്തിനൊക്കെ വേണ്ടിയാണ്? നമുക്കറിയാം, ഇന്ന് ലഹരി വ്യാപകമാണ്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നമുക്കറിയാം, എറണാകുളത്ത് നിന്ന് തന്നെ വളരെ ഇടങ്ങളിൽ ലഹരി പോലീസ് പിടിച്ചെടുത്തു. അത് പല വിധത്തിലുള്ള ലഹരികളാണ്, നമ്മളൊന്നും അറിയത്തില്ല. ചെറുതായി നമ്മൾ കഴിക്കാൻ തുടങ്ങും. കുഞ്ഞുങ്ങൾക്ക് മുട്ടായിയുടെ രൂപത്തിൽ തരും, ചെറിയ ഡ്രിങ്ക്സ് ആയിട്ട് തരും. പക്ഷെങ്കിൽ അത് അവരുടെ ജീവിതത്തിന്റെ ഒരു ശീലമായി മാറി, അവർ അഡിക്റ്റഡായി, മനോരോഗികളായി, ജീവിതം മുഴുവൻ താറുമാറായി ഈ പട്ടണത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കും. നിങ്ങൾക്ക് അറിയാമോ എന്നെനിക്കറിയില്ല, നമ്മുടെ പള്ളി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 50ഓളം ആളുകൾക്ക്, 50ൽ പരം ആളുകൾക്ക് ഉച്ചഭക്ഷണ പൊതികൾ കൊടുക്കുന്നു. അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരെല്ലാം നല്ല വീടുകളിൽ ജനിച്ച് വളർന്ന് നല്ലവണ്ണം വളർന്ന ആളല്ല. പക്ഷെങ്കിൽ ഇടക്കാലത്ത് തെറ്റായ ചിന്തകളും തെറ്റായ ശീലങ്ങളും ഒക്കെ ഉണ്ടായി ഭവനങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്നു. ഇപ്പോൾ മെട്രോ തൂണുകളുടെ കീഴെ താമസിക്കുക. ആരുമില്ല, ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഇപ്പൊ അവരോട് ഇന്നലെ ഒരാൾ ചോദിച്ചാൽ പറഞ്ഞു, എല്ലാവരും ഉണ്ട് വീട്ടിൽ, പക്ഷെ എന്നെ ആർക്കും വേണ്ട, കാരണം എന്റെ സ്വഭാവം അത്ര മോശമായി. അതുകൊണ്ട് നിങ്ങൾ നല്ല സ്വഭാവമുള്ളവരായിട്ട് തീരണം. നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം, രാവിലെ വൈകിട്ട് പഠിക്കണം. നിങ്ങൾ പുസ്തകവും ബുക്കും പഠിക്കണം. മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെങ്കിൽ അതിന് അടിമകളാകരുത്. അത്യാവശ്യം മാത്രം ഉപയോഗിക്കണം. നല്ല കുഞ്ഞുങ്ങളായിട്ട് മാതാപിതാക്കളെ അനുസരിക്കണം. പപ്പായും മമ്മിയും പറയുന്നത് കേൾക്കണം. പണം ദുർവ്യയം ചെയ്യരുത്. പണം കയ്യിൽ തരുമ്പോൾ പോക്കറ്റ് മണിയൊക്കെ കിട്ടുമ്പോൾ അത് സൂക്ഷിച്ചു വെച്ച് അത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഫ്രണ്ട്സ് കോളനിയിൽ നിങ്ങൾ ഇത്രയും 75 കുഞ്ഞുങ്ങളാണ് ലിസ്റ്റിലുള്ളത്. 75 കുഞ്ഞുങ്ങൾ നന്നായാൽ ഈ സമൂഹം മുഴുവൻ നന്നാക്കും. 75-ൽ ഒരാൾ വഴി വിട്ടുപോയാൽ ഈ കോളനി മുഴുവൻ എന്നും കഷ്ടം. നമുക്ക് ഇന്നിപ്പോൾ കേട്ടു, ഒരു കൊച്ചുമകൻ അപ്പച്ചനെ വാക്കത്തി എടുത്ത് വെട്ടി ചെവിയും കണ്ണും എല്ലാം പോയി. ഇപ്പം
TV വാർത്ത കണ്ട. കാരണം എന്താ, ചെറിയ കാര്യം അവന്റെ പട്ടിക്കുട്ടിയെ അപ്പച്ചനോട് നോക്കിയത്. ഞാൻ പറഞ്ഞ മനോരോഗമാണ്, ലഹരിക്ക് അടിമയാണ്, പറഞ്ഞിരിക്കുന്ന മദ്യപാനത്തിന് അടിമയാണ്. ചിന്തിച്ചു നോക്കി, എടുത്തുകൊണ്ട് താലോലിച്ച ഒരു കുഞ്ഞ് സ്വന്തം അപ്പച്ചനെ വെട്ടുക, അമ്മയെ കഴുത്തറുത്ത് കൊല്ലുക, ഇതെല്ലാം നമ്മൾ കാണുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ശരിയായ രീതിയിൽ ജീവിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് മാറണം, നല്ല പൗരന്മാരാകണം. ഈ ഫ്രണ്ട്സ് കോളനിയിൽ നിന്ന് നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, സർക്കാർ ഉദ്യോഗസ്ഥർ, നല്ല രാഷ്ട്രീയക്കാർ, നല്ല നേതാക്കന്മാരുണ്ടാകണം. അതിനിടയാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പുസ്തകവും ബുക്കുമൊക്കെ തരുന്നത്. അത് ഉപയോഗിക്കണം, എഴുതണം, വായിക്കണം, പഠിക്കണം. നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ. ഞങ്ങൾ എല്ലാവരും ഇടവേള പേരിൽ ഇവിടെ വന്നവരെല്ലാവരുടെ പേരിൽ ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ജെബിൻ അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് പേര് വിളിച്ച് ബുക്കുകൾ നൽകുന്നു. ദൈവമേ, പുതിയൊരു വർഷം ഞങ്ങൾ പഠിക്കുവാൻ തുടങ്ങുമ്പോൾ, ദൈവമായ കർത്താവേ, സ്കൂളിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ ആവശ്യമായ കൃപയാലും ബുദ്ധിജ്ഞാനത്താലും ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവമേ, ഇന്ന് ഇവിടെ കിട്ടുന്ന ഓരോ സ്റ്റഡി മെറ്റീരിയൽ ദൈവമേ ഞങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഉപയോഗിക്കത്തക്കവണ്ണം, കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് തക്കവണ്ണം ദൈവമേ നീ അത് ഉപയോഗിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഉള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ പ്രാർത്ഥിക്കുന്നു. അവരുടെ